കൊല്ലവർഷം 1201 ധനുമാസം മുതൽ 1202 ധനുമാസം വരെയുള്ള ഒരു വർഷ കാലയളവിലെ പ്രവചനങ്ങളാണ് ഞാൻ നടത്തുന്നത്. അതായത് 16/12/2025 മുതൽ 14/1/2027 വരെയുള്ള കാലയളവിലുള്ള ഫലങ്ങളാണ്. തുലാക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ. ഇനി ഓരോ മാസത്തിനെയും ഞാൻ വ്യത്യാസമായിട്ടാണ് പറയുന്നത്. ഈ വർഷത്തിലെ എല്ലാ മാസങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ഫലങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ധനുമാസത്തെയാണ്. പല രീതിയിലും ധനം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഈ ധനുമാസം. കൃഷിക്കാർക്ക് കാർഷിക വിളകൾ വഴി ധാരാളം ലാഭം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്ഷീരകർഷകർക്കും നല്ല ലാഭം ലഭിക്കാം. ആദരിക്കൽ ചടങ്ങുകൾ ഉണ്ടാകാം. ബഹുമാനിക്കൽ ചടങ്ങുകളൊക്കെ നിങ്ങൾക്ക് അവാർഡ് കിട്ടുകയോ ഒക്കെ ചെയ്യാം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാം. അധികാരമുള്ള പദവികൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഐശ്വര്യവും ധനവും ലഭിക്കാം. ദൈവാധീനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശത്രുക്കളൊക്കെ അടങ്ങിയിരിക്കാം. നല്ല ഭക്ഷണങ്ങൾ രുചിക്കാൻ, അതായത് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത പല നാടുകളിലെയും ഭക്ഷണങ്ങൾ നമുക്ക് രുചിക്കാനും അത് ടേസ്റ്റ് ചെയ്യാനും അത് ഭക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാം. അതായത് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കുമാണ്. ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. മക്കൾ വിദൂര യാത്രയ്ക്ക് പഠിക്കാനായിട്ടോ ജോലിക്കായിട്ടോ പോകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അടുത്തത് മകരമാസത്തെ ഫലങ്ങളാണ്. ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണങ്ങളും ഉണ്ടാകാം. തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജയിച്ചു കഴിഞ്ഞ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാനും സാധ്യത കാണുന്നുണ്ട്. ശത്രുനാശം ഉണ്ടാകാം. രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കാം. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കവയും ഒരു തടസ്സവുമില്ലാതെ നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പല രീതിയിലും ധനനേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈശ്വര കടാക്ഷം ഉള്ള ഒരു മാസം കൂടിയാണ്. എന്തിനും ഏതിനും തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കുന്നതെല്ലാം മാറിക്കിട്ടുന്നു. ചെറിയ പേര് ദോഷങ്ങൾ, അതായത് ജനങ്ങളൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പറഞ്ഞു വരുത്തിയ അപവാദങ്ങൾ ഒക്കെ എല്ലാം നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു. അതൊക്കെ മാറിക്കിട്ടുന്നു ആ പേരൊക്കെ. അടുത്ത കുംഭമാസത്തെ ഫലങ്ങളാണ്. കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. പല രീതിയിലും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. രോഗങ്ങളുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ആശ്വാസം ലഭിക്കുന്നു. ദുർജനങ്ങളുടെ ഉപദ്രവങ്ങൾ കുറയുന്നു. ദേഷ്യവും കോപവും ഒരു അളവിന് മാത്രമായി കുറയുന്നു. പലരുമായി പുതിയ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി നിങ്ങൾക്ക് പല ബിസിനസ്സുകാരുമായിട്ടും ഒക്കെ എല്ലാം നിങ്ങൾക്ക് ധാരാളം ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്നു. അതിൽ നിന്നെല്ലാം നല്ല ഗുണം ലഭിക്കുന്നു. സന്താനഭാഗ്യം ലഭിക്കുന്നു. ശത്രുക്കൾ എന്നും ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. നിങ്ങളതൊന്നും ഏൽക്കുന്നില്ല. ആയതിനാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപരിചിതരുമായിട്ടോ ശത്രുക്കളുമായിട്ടോ ചങ്ങാത്തത്തിന് നിങ്ങൾ പോകരുത്. അത് പോയി കഴിഞ്ഞാൽ അപകടമാണ്. പാഴ്ചെലവുകൾ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് മീനമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ജനങ്ങളിൽ നിന്നും നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാം. അങ്ങനെ ജനാധിപത്യ രീതിയിൽ ജയിക്കുകയും അധികാര സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാം. വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം നിങ്ങളുടെ മാറിക്കിട്ടും. അകാരണമായ ഭയം, ആകാംക്ഷ, സംശയം, നാളെ ഭാവി എന്താകുമോ അതൊന്നും നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടും. അതെല്ലാം മാറിക്കിട്ടും. അങ്ങനെയുള്ള ആകാംക്ഷയെല്ലാം. മക്കളുടെ എന്തെങ്കിലും രോഗങ്ങളാൽ മക്കൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. എല്ലാവരോടും ദേഷ്യവും പകയും ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറയും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭാഗ്യം കൊണ്ടെല്ലാം നടന്നു കിട്ടും. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കേണ്ട സാധ്യതയും കാണുന്നുണ്ട്. മേടമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പലരിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് കുറയും. വീടോ സ്ഥലമോ വാങ്ങാൻ സാധിക്കും. വീടായിട്ട് വാങ്ങിയ അല്ലെങ്കിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിനും കെട്ടുന്നതിനും നിങ്ങൾക്ക് അവിടെ സ്വന്തമായി വീട് വെച്ച് പാല് കാച്ച കഴിഞ്ഞ് താമസിക്കുന്നതിനും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അകാരണമായ ഭയങ്ങൾ നിങ്ങളെ വിട്ടുമാറാം. ശത്രുക്കളുടെ ശല്യം കുറയുന്നു. രോഗങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ശമനം ലഭിക്കുന്നു. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. പല സ്ഥാപനങ്ങളിലെ തലപ്പത്തുള്ള ആ പദവി, അധികാര പദവി, നിങ്ങൾക്ക് വലിയ വലിയ പദവി സ്ഥാപനത്തിൻ്റെയൊക്കെ തലപ്പത്ത്, അതിൻ്റെ അമരത്ത് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭാഗ്യവും കൂടിയുണ്ട്. മക്കൾ വിദ്യാഭ്യാസത്തിനോ ജോലിക്കായി വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അധികാരമുള്ള ജോലിയും നിങ്ങൾക്ക് ലഭിക്കുന്നു നാട്ടിലായിരുന്നാലും. ഇടവമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. മിക്ക കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്.
പുത്രഭാഗ്യവും കാണുന്നു, അതായത് സന്താന ഭാഗ്യം കാണുന്നു. പല രീതിയിലും ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, പല വഴികളിലൂടെയും ധനലാഭം പ്രതീക്ഷിക്കാം. മനസ്സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ധർമ്മം, കാരുണ്യം, പരസ്പര സഹായം ഇവയെല്ലാം നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം കൂട്ടുന്നതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കേണ്ട ഒരു സാധ്യതയുണ്ട്. പറ്റിയ ഇണയെ കണ്ടുപിടിക്കാനെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല അധികാരമുള്ള ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുകയും അതിൽ നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് ഏറ്റെടുക്കാനും കൃത്യമായി എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും ചില ഭരണപരിഷ്കാരങ്ങൾ നിങ്ങളായിട്ട് അവിടെ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. പ്രത്യേക സമ്മാനങ്ങൾ ലഭിക്കുന്നതിന് സാധിക്കുന്നു. പല വ്യാധികളിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നു. അടുത്ത മിഥുന മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ജനങ്ങളുടെ പ്രിയ നേതാവാകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊരു നല്ലൊരു നേതാവായ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മിഥുന മാസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാതൃകാ നേതാവാകാൻ സാധിക്കും. ചില പ്രത്യേക മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ധനം ലഭ്യമാകും. വാതരോഗമുണ്ടെങ്കിൽ അത് കുറയും. ശരീരത്തിൻ്റെ മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കുറവ് കിട്ടും. സർക്കാരിൽ നിന്നുള്ള സമൻസുകൾ ഇതൊക്കെ നിങ്ങൾക്കത് പ്രതിവിധി ഉണ്ടാക്കാൻ സാധിക്കും. പല ആപത്തുകളും ഉണ്ടാകാം, അതെല്ലാം നിങ്ങൾ തരണം ചെയ്യും. മാനഹാനി വരാതെ ശ്രദ്ധിക്കണം. ഡിമോഷൻ, അതായത് പിന്നെ ജോലി, സർക്കാർ ജോലിയിലും ഒക്കെ ജോലിയിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമോഷൻ വരേണ്ട, അതായത് നിങ്ങൾക്ക് ഡീപ്രൊമോഷൻ വരേണ്ട ഒരു സാധ്യതയുണ്ട്. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ജോലിയിൽ പല തടസ്സങ്ങളും നേരിടുന്നതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ അതും നിങ്ങൾ കണ്ടുപിടിക്കുക, എന്താണ് തടസ്സം എന്നുള്ളത് കണ്ടുപിടിച്ചാൽ അത് പരിഹരിക്കപ്പെടാം. പല കാര്യങ്ങളും നടക്കാതെ വരാം എന്നുള്ള മനസ്സിൻ്റെ ആകാംക്ഷ ഉണ്ടാവാം. ഒന്നുമില്ല, നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം കൃത്യമായി നടക്കാവുന്നതേ ഉള്ളൂ. വിഘ്ന വിനാശകനായ ശ്രീ ഭഗവാൻ വിഘ്നേശ്വരനെ, ഗണപതി ഭഗവാനെ ശരണം പ്രാപിക്കുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹം മാറ്റിത്തരുന്നതാണ്. കർക്കിടക മാസത്തെ ഫലങ്ങളാണ് ഇനി പറയുന്നത്. മിക്ക കാര്യങ്ങളും തടസ്സമില്ലാതെ നടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബന്ധുക്കൾ സംഗമിക്കുന്നതിനും പല രീതിയിലും നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. പല രീതിയിലുള്ള രോഗങ്ങൾ, ഇത് പുണ്ണ്, മുറിവ്, ചതവ്, ഒടിവെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ഒരു മാനഭംഗ ശ്രമത്തിൽ നിന്ന്, നിങ്ങളെ ചതിക്കാൻ നോക്കിയ ഒരു മാനഭംഗ ശ്രമത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിശയകരമായി രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ വരുന്നതിനും അല്ലെങ്കിൽ ഒരു ഡിമോഷൻ, അതായത് ഡീപ്രൊമോഷൻ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണകരമായി നേടുവാനായിട്ട് സാധിക്കും. ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളെ ശിക്ഷാ നടപടിയിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അധികാരമുള്ള സ്ഥാനങ്ങളിൽ ജോലി കിട്ടിയാലും മുകളിൽ നിന്നുള്ള ചില സമ്മർദ്ദങ്ങൾ മൂലം, പ്രഷർ മൂലം നിങ്ങൾക്ക് ഈ ജോലിയിൽ നിങ്ങളുടേതായിട്ടുള്ള അധികാരം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നേക്കാം. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെയാണ്, ഏത് രീതിയിലാണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറ്റിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. അടുത്ത ചിങ്ങമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പ്രൊമോഷൻ ലഭിക്കാം. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു നല്ല ഒരു സമയമാണിത്. രോഗനാശങ്ങളൊക്കെ ഉണ്ടാകാം. ധനനാശം വരുന്നതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏത് രീതിയിലാണ് ധനം ചോർന്നു പോകുന്നതെന്ന് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്ക് നല്ല രീതിയിലാക്കാൻ സാധിക്കും. പല രീതിയിലും അതുപോലെ തന്നെ ആത്മനിയന്ത്രണങ്ങൾ നിങ്ങൾ പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പല രീതിയിലും പരാജയം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ മുൻകൂട്ടി അത് എന്താണ് നടക്കാൻ പോകുന്നത്, ഇനി എങ്ങനെയൊക്കെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് വേണ്ടപ്പെട്ടവരായിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ എത്ര ധനം കിട്ടിയാലും അത് പോരാത്തൊരവസ്ഥ വരുന്നതിനുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് പാഴ് ചിലവുകൾ നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പോവുക തന്നെ വേണം. സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ പാലിക്കണം. അതുപോലെ ശാസ്ത്രജ്ഞന്മാർക്കും മറ്റു ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ മാസം വിജയം കുറച്ച് കുറവായിരിക്കും. സന്താനങ്ങൾക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത കന്നിമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. വലിയ ഗുണകരമായ ഒന്നും ഈ മാസത്തിൽ ലഭിക്കുന്നില്ല. സൽക്കർമ്മങ്ങളൊന്നും ഫലിക്കാത്തൊരവസ്ഥ വരണതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ദേഹോദ്രവം ഏൽക്കാം. മാനഹാനി വരുന്നതിനും ധനനഷ്ടം വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കാര്യങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ഒക്കെ ചില പ്രയാസപ്പെടാം. അതുപോലെ ഡിമോഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് രോഗങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രാർത്ഥനകളും പൂജകളും നിങ്ങൾ ധാരാളം ചെയ്യുക. അതിൽ ശത്രു സംഹാരത്തിനുള്ള
പൂജകൾ നിങ്ങൾ ചെയ്യണം. അതുപോലെ കാര്യസാധ്യത്തിന് തടസ്സങ്ങൾ മാറാൻ വേണ്ടി വിഘ്നേശ്വരൻ്റെ പൂജകളും, അതുപോലെ ശത്രു സംഹാരത്തിന് വേണ്ടി ദേവി ഭദ്രകാളി അമ്മ ദേവിയുടെ പൂജയും അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ നരസിംഹമൂർത്തിയുടെ പൂജയൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. അടുത്ത തുലാമാസത്തെ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണയെ കണ്ടെത്താനും വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസമാധാനത്തോടെ ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുവിധം കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകാം. ഒരു അളവിൽ ധനം നിങ്ങൾക്ക് ലഭിക്കാം. ദേഷ്യം കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ലോൺ റിക്കവറി നടപടികൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. മക്കൾക്ക് ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. വലിയ അസുഖങ്ങളൊന്നുമല്ല. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനും പ്രയാസമൊന്നുമില്ല. അടുത്ത വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ബന്ധുക്കളുമായിട്ടുള്ള കലഹം കുറയാം. ബന്ധുക്കൾ ആരെങ്കിലുമായിട്ട് നിങ്ങൾ ശത്രുതയിൽ നിൽക്കുന്നെങ്കിൽ അതെല്ലാം രമ്യതയിൽ ആകാൻ സാധിക്കും. കണ്ടുകെട്ടൽ നടപടികൾ, അതായത് റിക്കവറി, ലോൺ എടുത്തിട്ടോ ഗ്യാരണ്ടി നിന്നിട്ടോ ഒക്കെ ഉള്ള ആ ലോൺ റിക്കവറി നടപടികൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. പൂർണ്ണമായി അതിൽ നിന്ന് മോചനം ലഭിക്കാം. അന്യരുടെ ചതിവിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ വിചാരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം നടന്നു കിട്ടാം. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാം. കർഷകർക്ക് നല്ല രീതിയിൽ കാർഷിക വിളകളുടെ ലാഭങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ധനം ലഭിക്കാം. ക്ഷീരകർഷകർക്കും ഏത് രീതിയിലുള്ള കർഷകർക്കായിരുന്നാലും അവർക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കാം. അതുപോലെ പ്രബന്ധങ്ങളും പ്രസിദ്ധീകരണങ്ങൾക്കും അത് പ്രയോജനമുള്ളൊരു മാസമാണ്. നിങ്ങൾക്ക് പ്രബന്ധങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ സാധിക്കും. PhD ഒക്കെ പഠിക്കുന്നവർക്ക്, അല്ലാതെ പ്രോജക്റ്റ് സമർപ്പിക്കേണ്ടവർക്ക് അതെല്ലാം ചെയ്യാനും വിജയം കിട്ടുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം. അതെല്ലാം പൂർത്തിയാക്കുക. ശത്രുക്കൾ പല വഴിക്കും ശല്യം ചെയ്യാം. അതൊക്കെ നിങ്ങൾ ശത്രുദോഷത്തിനുള്ള പൂജാ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ധനുമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനും അധികാരം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ധനസമൃദ്ധിയും മറ്റ് ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാം. അതുപോലെ ഇഷ്ടകാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നടന്നു കിട്ടാം. വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാം. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കാം. അത് പല വിരുന്നു സൽക്കാരങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെയൊക്കെ സാമ്പത്തിക ഉയർച്ചയും പദവിയും അങ്ങനെയൊക്കെ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പലരെയും നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും, വിശിഷ്ട വ്യക്തികളെ. രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെല്ലാം വളരെ ശമനമുണ്ടാകുന്നു, ആശ്വാസം ലഭിക്കുന്നു. ആദ്യ തടസ്സമുണ്ടായെങ്കിലും പ്രൊമോഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നു. ഒരു വലിയ പദവി നിങ്ങൾക്ക് കാത്തിരിക്കുന്നു, തീർച്ചയായിട്ടും ലഭിക്കാം. ആരോഗ്യവും ഒരുവിധം സുഖമായിരിക്കും. ചില പരാതികളും കേസുകളും, ചില പോലീസ് പരാതികളും കേസുകളൊക്കെ നിങ്ങൾക്ക് എതിരെ ഉണ്ടാകും. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ടായി ഒത്തുചേരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ വിവരിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അതായത് 100% ഫലങ്ങൾക്ക് വേണ്ടി, കൃത്യമായ ഫലങ്ങൾക്ക് വേണ്ടി ജാതക പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന പുതുവർഷത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.